ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ വചനത്തിൽ അനേക അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണാം. എന്നാൽ അവയിൽ മഹാത്ഭുതമായി കണക്കാക്കാവുന്ന ഒരു സംഭവമുണ്ട്. വേദപണ്ഡിതന്മാർ ആ മഹാത്ഭുതത്തെ അത്ഭുതങ്ങളുടെ അത്ഭുതമായി വിശേഷിപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലനാണ് ആ അത്ഭുതം കണ്ട ഏക വ്യക്തി. ക്രൈസ്തവ സഭയുടെ പീഡനകാലത്ത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടവരായിരുന്ന വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ പീഡനത്തിൻ്റെ അഥവാ മഹാകഷ്ടതയുടെ കാലത്താണ് യോഹന്നാൻ അപ്പസ്തോലൻ ഈ ദർശനം കാണുന്നത്. വാസ്തവത്തിൽ പീഡന കാലഘട്ടങ്ങളിലാണ് മനുഷ്യരോട് ദൈവം കൂടുതൽ ഇടപെടുന്നത് എന്ന ഒരു തെളിവും ഈ ഭാഗത്ത് നമുക്ക് കാണാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ഈ മഹാ അത്ഭുതത്തിൽ 3 പ്രധാന വ്യക്തികളാണ് പരാമർശന വിഷയം. ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പൂർണ്ണ ഗർഭവതിയായ ഒരു സ്ത്രീയാണ്. അത് വിശുദ്ധ മറിയം എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അവൾ 2 കാലുകളും ഉറപ്പിച്ച് നിൽക്കുന്നത് ചന്ദ്രനിലാണ്. ജഡീകതയെ ചവിട്ടി മെതിച്ചാണ് അവൾ നിൽക്കുന്നത്. അവൾ ധരിച്ചിരിക്കുന്നതോ യഥാർത്ഥ സൂര്യനെ. മനോഹരമായ ഒരു കിരീടം അവളുടെ ശിരസിന്മേലുണ്ട്. 12 നക്ഷത്രങ്ങൾ സദാസമയം മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രസവ വേദനയാൽ അവൾ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട് നിലവിളിച്ചു കരയുന്നു. 2-ാം കഥാപാത്രം അവളുടെ ഉദരത്തിൽ വളരുന്ന പൈതലാണ്. സകല ജാതിക്കാരെയും വംശക്കാരെയും ന്യായപാലനം നടത്തുവാൻ ശേഷിയുള്ള ഒരു ബാലനെയാണ് അവൾ പ്രസവിക്കുന്നത്. അത്ഭുത മന്ത്രി എന്ന് വേദപ്രമാണങ്ങളിൽ കാണുന്ന ആ അത്ഭുത ശിശു. 3-ാം കഥാപാത്രം ഒരു മഹാസർപ്പമാണ്. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള ഈ സർപ്പത്തിന് തീ നിറമാണ്. ആ മഹാസർപ്പം പ്രസവവേദനയോട് നിലവിളിക്കുന്ന ആ വനിതാ രത്നത്തെ ഉപദ്രവിക്കുവാനായി പുറപ്പെടുന്നു. പൂർണ്ണ ഗർഭവതിയായ ആ വനിത ഭൂമിയിലേക്ക് ഭയപ്പെട്ട് ചാടുന്നു. ആ ചാട്ടത്തിൻ്റെ ആഘാതത്തിൽ അവൾ പ്രസവിച്ചു. സർവമാനവരാശിയെയും ന്യായപാലനം നടത്തുവാൻ ശക്തി നേടിയ ഒരു ബാലനെയാണ് അവൾ പ്രസവിച്ചത്. പൗരസ്യ സഭ വേദപണ്ഡിതന്മാർ ഒന്നുപോലെ പറയുന്നു, ഈ വനിത പ്രസവിച്ച പൈതൽ ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ആ വനിത വിശുദ്ധ കന്യക മറിയം അല്ലേ? ഇത്രമാത്രം വേദന അനുഭവിച്ച് ഇഹലോകത്തിൽ ജീവിച്ച മറ്റൊരു വനിത കാണില്ല. കഷ്ടതയുടെ ആധിക്യം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവമഹത്വത്തിൻ്റെയും കൃപയുടെയും പ്രസന്നത ഓരോ വ്യക്തിയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ കന്യക തൻ്റെ ജീവിതത്തിലൂടെ പറയാതെ പറഞ്ഞു വെച്ചു. 2-ാം ഹൗവയെന്നും 2-ാം സ്വർഗമെന്നും യാക്കോബ് ബഥേലിൽ വെച്ച് ദർശിച്ച ദൈവദൂതന്മാർ കയറിയിറങ്ങിയ ഗോവേണി എന്നും സത്യത്തിൽ വിശുദ്ധ കന്യകയെ ദർശിക്കുന്ന ഭക്തന്മാർ അടങ്ങുന്ന സമൂഹമാണ് സത്യസഭ. ആയതിനാലാണ് സത്യസഭ നിത്യ മധ്യസ്ഥയായി പരിശുദ്ധ കന്യകയെ ജീവിതത്തിൽ പേറി ആത്മീക ജീവിതം നയിക്കുന്നത്. വിശുദ്ധ കന്യകയെ ആർജിച്ച ദൈവിക മഹത്വം സത്യത്തിൽ അവൾ പ്രസവിച്ച അത്ഭുത മന്ത്രിയുടേതാണ്. അപ്രകാരം നമുക്കും കന്യകയെപ്പോലെ ദൈവിക മഹത്വം ആർജിക്കുവാൻ ആ കന്യക ലോകത്തിന് സമ്മാനിച്ച ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തെ സ്വയമായി സമർപ്പിച്ചു കൊടുക്കാം. ആ അമ്മയെ നമുക്ക് ധ്യാന വിഷയമാക്കാം. ഏവർക്കും ശുഭദിനം. നന്ദി.